ഓം ശ്രീ ഗുരുഭ്യോ നമ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടഭ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തർഭവതി നൈഷ്ഠികീം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനധാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമ്നേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ വിശേഷാശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ഹേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. അനന്തരാജ് ശ്രീ ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഗുരുജനങ്ങളുടെയും കൃപകടാക്ഷത്തോടെ നമുക്ക് ഇന്നത്തെ ഭാഗവത ശ്ലോകങ്ങളുടെ പാരായണത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 10-ാം അധ്യായത്തിലെ സൃഷ്ടിയുടെ വിഭജനങ്ങൾ എന്ന അധ്യായം തുടങ്ങുകയാണ്. സ്കന്ധം 3 അധ്യായം 10 ശ്ലോകം 1. കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിതുര ഉവാച അന്തർഹിതേ ഭഗവതി ബ്രഹ്മ ലോകപിതാമഹ പ്രജാ സസർജ കഥിതാ ദേഹി കീർമാനസേർവിഭൂഃ. വിതുര ഉവാച അന്തർഹിതേ ഭഗവതി ബ്രഹ്മ ലോകപിതാമഹ പ്രജാ സസർജ കഥിതാ ദേഹി കീർമാനസേർവിഭൂഃ. വിതുര ഉവാച, വിതുരൻ പറഞ്ഞു, അന്തർഹിതേ തിരോധാനത്തിന് ശേഷം ഭഗവതി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ബ്രഹ്മ ആദ്യം സൃഷ്ടിക്കപ്പെട്ട ജീവസത്ത ലോകപിതാമഹ എല്ലാ ഗ്രഹങ്ങളിലും അധിവസിക്കുന്നവരുടെ പിതാമഹൻ പ്രജ തലമുറകൾ സസർജ സൃഷ്ടിക്കപ്പെട്ട കഥിത എത്ര ദേഹീകി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാനസി മനസ്സിൽ നിന്ന് വിഭു മഹാൻ. വിവർത്തനം ശ്രീല പ്രഭുപാദ കി ജയ്. ശ്രീ വിതുരൻ പറഞ്ഞു, ഓ മഹാമുനി, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ഗ്രഹവാസികളുടെ പിതാമഹനായ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തിൽ നിന്ന് ജീവസത്തകളുടെ ശരീര മനസ്സുകൾ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ആദ്യത്തെ ശ്ലോകത്തില് ഇത്രയുമാണുള്ളത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 2. യേ ച മേ ഭഗവൻ പൃഷ്ടാസ്ത്വയർത്ഥാ ബഹുവിത്തമാം താൻ വദസ്വാനുപൂർവേണ ഛിന്തി ന സർവസംശയാൻ. യേ ച മേ ഭഗവൻ പൃഷ്ടാസ്ത്വയത്യർത്ഥാ ബഹുവിത്തമാം താൻ വദസ്വാനുപൂർവേണ ഛിന്തി ന സർവസംശയാൻ.
യേ ച മേ ഭഗവൻ പൃഷ്ടാസ്ത്വയത്യർത്ഥ ബഹുവിത്തമാം താൻ വദസ്വാനുപൂർവേണ ഛിന്തി സർവസംശയാൻ. ഏ അവയെല്ലാം ച മേ എന്നാൽ ഭഗവാൻ ഓ ശക്തനായവനെ പ്രഷ്ട അന്വേഷിച്ചു, ത്വയി അങ്ങേക്കായി, അർത്ഥ ഉദ്ദേശം, ബഹു തമ ഓ മഹാജ്ഞാനി താൻ അവയെല്ലാം വദസ്വ ദയവായി വിവരിച്ചാലും, ആനുപൂർവേണ ആരംഭം മുതൽ അവസാനം വരെ, ഛിന്തി ദയവായി വേരോടെ പിഴുതു കളഞ്ഞാലും, ന എന്റെ സർവ എല്ലാ സംശയങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഓ മഹാജ്ഞാനി, എന്റെ അന്വേഷണങ്ങൾക്കെല്ലാം ആരംഭം മുതൽ അവസാനം വരെ ഉത്തരം നൽകി ദയവായി എന്റെ സംശയങ്ങൾക്കെല്ലാം ഉന്മൂലനാശം വരുത്തിയാലും. ഭാവാർത്ഥം തന്റെ അന്വേഷണങ്ങളിലെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകാൻ ശരിയായ കഴിവുള്ള വ്യക്തി മൈത്രേയനാണെന്ന് നിശ്ചയമുള്ള വിതുരൻ പ്രസക്തങ്ങളായ ചോദ്യങ്ങളെല്ലാം മൈത്രേയനോട് ചോദിച്ചു. ഗുരുവിന് തന്റെ ഗുരുവിന്റെ യോഗ്യതകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. സാധാരണക്കാരനായ ഒരുവനെ അസാധാരണങ്ങളായ ആത്മീയ വിഷയങ്ങൾ അന്വേഷിക്കാൻ സമീപിക്കരുത്. അത്തരം അന്വേഷണങ്ങൾക്ക് ഗുരു ഊഹാപോഹങ്ങളിലൂടെ മറുപടി പറയുന്നത് സമയം പാഴാക്കുന്ന പരിപാടി മാത്രമാക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയാണ് ഇന്ന് പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 2 ശ്ലോകങ്ങൾ. വളരെ ലഘുവായിട്ടുള്ളതാണ്, പക്ഷെ അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങൾ, ഒത്തിരി ആശയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അവസാനം വായിച്ചത്. അതായത് ആത്മീയ വിഷയങ്ങൾ അന്വേഷിക്കാൻ ഒരു സാധാരണക്കാരനെ സമീപിക്കരുത്. പിന്നെ ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? അതിനെക്കുറിച്ച് വ്യക്തവും യുക്തവുമായ മറുപടി പറയാൻ കഴിവുള്ള ഒരു ഗുരുവിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. വിഷയങ്ങൾ ചോദിക്കേണ്ടത് വെറുതെ ഉത്തരം പറയാൻ കഴിവുള്ളവരോട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം തെറ്റായി പോകും. അപ്പൊ നമ്മൾ അതൊരു തെറ്റായ വഴിയിലേക്ക് നയിക്കാനും ഇടയാകും. ശ്രേഷ്ഠമായ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ തെറ്റായ ഒരു ഉത്തരമാണ് നമുക്ക് നൽകുന്നതെങ്കിൽ അത് നമ്മളെയും ആ ഉത്തരം നൽകിയ ആളിനെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി തരാൻ കഴിവുള്ള ആളാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ള ആളിനോടായിരിക്കണം ചോദിക്കേണ്ടത് എന്ന വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് പ്രഭുപാദർജി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ അവസാനത്തില്. അപ്പൊ ഇവിടെ സന്ദർഭം എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കുറച്ച് നാളായിട്ട് വിതുരർക്കും മൈത്രേയ മഹർഷിയുടെ ഒപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നും എങ്ങനെയാണ് സംഭവ പരമ്പരകളിലേക്ക് എത്തിയതെന്നും ഒക്കെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മയിലില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് ഹരിദ്വാറിൽ ഗംഗാതീരത്തിരുന്നാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ. അപ്പൊ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. ഭഗവാൻ ഈ ലോക ജീവിതം മതിയാക്കി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് കണ്ടുമുട്ടുന്ന സംസാരിക്കുന്ന വ്യക്തികളാണ് ഉദ്ധവരും മൈത്രേയ മഹർഷിയും. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് അവിടെ മൈത്രേയ മഹർഷി എത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഭഗവാൻ ഉദ്ധവരോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിനുശേഷം പോകുന്ന വഴി വിതുരരെ കണ്ടുമുട്ടുമെന്നും അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് മൈത്രേയ മഹർഷിയെ സമീപിക്കണമെന്നുമാണ് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞത്. രണ്ടുപേരോട് ഒരുപോലെയാണ് ഭഗവാൻ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ വിതുരരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ധവരോട് പറഞ്ഞില്ല, പക്ഷെ പകരം മൈത്രേയ മഹർഷിയോടാണ് പറയുന്നത്. അതിനും അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ ഈ പിന്നീടുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാനിടയായി. കാരണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവുള്ള ആളിനെ ആണ് സമീപിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് മൈത്രേയ മഹർഷിക്ക് വിതുരരുടെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള കഴിവ് കിട്ടിയത് എന്നുള്ളതും കഴിഞ്ഞ ചില ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അറിവുകൾ കിട്ടിയത്? അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലൂടെ ആ കഥയൊന്ന് കടന്നു പോകണം. ഭഗവാന്റെ കഥകൾ ആദ്യം ആരാണ് വർണ്ണിച്ചത്? ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മുഴുവൻ വർണ്ണിക്കാൻ 1000 നാവുള്ളവർ അനന്തനും കഴിയുമോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ അനന്തൻ തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിനെ പറയാൻ കഴിയൂ. കാരണം ഭഗവാന്റെ എല്ലാ ലീലകൾക്കും സാക്ഷിയായിട്ടുള്ളത് ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമായ അനന്തൻ, ശേഷൻ, ബലദേവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളിനെയാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് തുടക്കം മുതലേ ഭഗവാന്റെ കാര്യങ്ങൾ, അതായത് അദ്ദേഹം രൂപം
ഉണ്ടതിന് ശേഷം നടന്ന സംഭവങ്ങൾ, അതിന് മുമ്പുള്ളത് അദ്ദേഹത്തിനും പറയാൻ കഴിയില്ല. അപ്പോ അങ്ങനെ ഭഗവാന്റെ കഥകൾ ആദ്യം മുതൽ പറയാൻ കഴിവുള്ള വ്യക്തിയിൽ നിന്ന് കഥകൾ ശ്രവിച്ചു. ആരാണ് ശ്രവിച്ചത്? അദ്ദേഹത്തിന്റെ അടുത്തെത്തി കഥകളെല്ലാം കേൾക്കാൻ താല്പര്യപ്പെട്ടത് മോശക്കാരല്ല. അനുവാദം പോലും ചോദിക്കാതെ ഭഗവാന്റെ ദിവ്യധാമങ്ങളിൽ വൈകുണ്ഠത്തിൽ പോലും എത്താൻ കഴിവുള്ള സനകാദി മഹർഷിമാരാണ്. അതായത് ബ്രഹ്മാവിന്റെ പുത്രന്മാര്, ബ്രഹ്മദേവന്റെ പുത്രന്മാരായിട്ട് ആദ്യം ജനിച്ച 4 മഹർഷീശ്വരന്മാരാണ്. 5 വയസ്സ് പ്രായമുള്ള കുട്ടികളെ പോലെയാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജയവിജയന്മാരെ ശപിച്ച് അവർക്ക് 3 ജന്മങ്ങൾ എടുക്കേണ്ടി വന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ നാരദര് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞ വ്യക്തികളാണ് ഇവർ. അത്ര ശ്രേഷ്ഠരായ മഹർഷീശ്വരന്മാരാണ് അവര്. അപ്പൊ അവരാണ് ഭഗവാന്റെ കഥകൾ കേൾക്കണം. അപ്പൊ ബ്രഹ്മാവ് ഭഗവാന്റെ കഥകൾ എന്താണ് കേട്ടത്? നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് ഭഗവാന്റെ കഥകളല്ല തത്വമാണ് ഗ്രഹിച്ചത്. ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ബ്രഹ്മാവിന് തത്വങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ ഭഗവാന്റെ കഥകൾ, ലീലകൾ അവിടെ പറഞ്ഞിട്ടില്ല. അത് ശരിക്കും ഭഗവാന്റെ ലീലകൾ അതിന് സാക്ഷിയായ ആളാണ് പറയേണ്ടത്. അങ്ങനെയാണ് ശേഷൻ അതിന് സാക്ഷിയായിട്ടുള്ള ആള് അനന്തൻ അതിന്റെ കഥകൾ പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ പാതാള ലോകത്തിൽ, അദ്ദേഹത്തിന്റെ ലോകത്തിൽ ചെന്ന് കണ്ട് സംസാരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടിരുന്നു. അതായത് ഗംഗാനദിയിലൂടെ സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഉപരിലോകങ്ങളിൽ നിന്ന് താഴേക്ക് പ്രവഹിക്കുന്ന ഗംഗാനദിയിലൂടെ സഞ്ചരിച്ചാണ് മഹർഷിമാര് താഴേക്ക് പോയതെന്നും അതിനിടയ്ക്ക് അനേകം നാഗകന്യകമാരുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് അവരർപ്പിച്ച ദ്രവ്യങ്ങളും പൂക്കളും ഒക്കെ കണ്ടുകൂട്ടി മല പോലെ കൂടി കടന്നതൊക്കെ അവർ കണ്ടെന്നൊക്കെ നമ്മൾ വായിച്ചു പോയിരുന്നു, ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെ ഗംഗയിലൂടെ സഞ്ചരിച്ച് അങ്ങ് പാതാള ലോകത്തിൽ എത്തി, അതിനും താഴേക്ക് പോയി ഭഗവാന്റെ ആദിശേഷന്റെ ലോകത്തിലെത്തി. അദ്ദേഹത്തിനെ കണ്ടാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടി അവരവസരം കണ്ടെത്തിയത്. അങ്ങനെ ശ്രവിച്ച കഥകളാണ് പിന്നീട് അവര് തുടർന്ന് മഹർഷീശ്വരന്മാർക്ക് ഓരോരുത്തർക്കായിട്ട് കൈമാറി വിവരിച്ച് കേട്ട് ആ പരമ്പര നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിസ്റ്റ് ഗ്രൂപ്പിൽ വിശദമായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കണ്ടവർക്കൊക്കെ, പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചവർക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഗുരു പരമ്പര വഴി കേട്ട് അറിഞ്ഞ് അത് അർഹതപ്പെട്ടവരിലൂടെ കൈമറിഞ്ഞെത്തിയതാണ് മൈത്രേയ മഹർഷിയുടെ അടുത്ത്. മൈത്രേയ മഹർഷി ആരിൽ നിന്നാണ് കേട്ടത്? അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള പരാശര മഹർഷിയിൽ നിന്നാണ് അദ്ദേഹം കഥകൾ ശ്രമിച്ചത്. ആ പരാശര മഹർഷിയുടെ മകനാണ് വ്യാസഭഗവാൻ. അപ്പൊ വ്യാസഭഗവാന്റെ സുഹൃത്തു കൂടിയാണ് മൈത്രേയ മഹർഷി. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ സർവ്വഥാ യോഗ്യനായ വ്യക്തിയിൽ നിന്നാണ് വിതുരര് ഈ കഥകൾ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഉദ്ധവരോട് ഭഗവാൻ ആ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറയാതിരുന്നതെന്ന് കൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. ഉദ്ധവർ ഏറ്റവും ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ച കാലത്ത് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനാണ് ഉദ്ധവര്. പക്ഷേ അതിനു മുമ്പുള്ള കഥകളെ കുറിച്ച് ശ്രവിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിവ് പറയാനാവില്ല. അതുകൊണ്ടാണ് വിതുരരെ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതും അവർ തമ്മിൽ സംഭാഷണം നടക്കുന്നതും. അവിടെ വെച്ചാണ് ഭഗവാന്റെ കഥകൾ ഈ കലികാലത്തിൽ വിവരിക്കപ്പെടുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് നടന്നതാണ്. അപ്പൊ അങ്ങനെ ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണമാണ് പിന്നീട് സൂത ഗോസ്വാമി ശുഖദേവ മഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതും അത് കേട്ടിരുന്ന സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാരോട് വിവരിക്കുന്നതുമാണ് ഭാഗവതമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനെ ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ മൈത്രേയ ഉവാച എന്നും സൂത ഉവാച എന്നും ഒക്കെ ഈ ശ്ലോകങ്ങളിൽ വരുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ 3-ാമത്തെ ശ്ലോകം സൂത ഉവാച എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ അത് അവിടെ നടന്ന സംഭവം എന്തായിരുന്നു, ഇവർ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ഇടയ്ക്കൊരു ഇടവേള പോലെയാണ് ആ മൈത്രേയ സൂത ഉവാച എന്ന് പറഞ്ഞ് 3-ാം ശ്ലോകം വരുന്നത്. 4-ാം ശ്ലോകത്തിലാകട്ടെ മൈത്രേയ ഉവാച എന്ന് പറഞ്ഞ് വീണ്ടും കഥകൾ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അപ്പൊ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വിതുരര് പറയുന്നത് എന്താണ്? പരമദിവ്യോത്തമപുരുഷനായ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ഗ്രഹവാസികളുടെ പിതാമഹനായ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തിൽ നിന്ന് ജീവസത്തകളുടെ ശരീര മനസ്സുകൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം ഈ അധ്യായത്തിൽ വരുമ്പോൾ. ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ അദ്ദേഹം ചോദിക്കുകയും ചോദ്യങ്ങളെല്ലാം ഒന്നിച്ച് ചോദിക്കുന്നു. അതിനുത്തരം
അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മൾ കഴിഞ്ഞ 6, 8 അധ്യായങ്ങളിലൊക്കെ അദ്ദേഹം ഉത്തരം പറയുന്നതും അതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇനി ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങ് മറുപടി പറയണം. എങ്ങനെയാണ് പറയേണ്ടത്? സംശയം ആകുന്ന ആ മാലിന്യം അത് വേരോടെ പിഴുതു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ നിന്ന് സംശയം എന്നത് വേരോടെ പിഴുതു കളഞ്ഞ് എന്നെ ഉത്ബുദ്ധനാക്കണം. അത്തരത്തിൽ അദ്ദേഹം അങ്ങ് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ വിതുരർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംശയ നിവാരണത്തിന്റെ ശൈലി അതെങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതും ഒരു ഉത്തരം പറയുന്നതും ആ കാര്യങ്ങളെല്ലാമാണ് ഈ 2 ശ്ലോകത്തിൽ നമുക്ക് വ്യക്തമായിട്ടൂടെ പറഞ്ഞു തരുന്നത്. അപ്പോ ഈ കാര്യങ്ങള് വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ മാത്രമേ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് അദ്ദേഹം പറയുന്ന ഉത്തരങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി ശ്രദ്ധയോടെ എല്ലാവരും ഭാഗവത ശ്ലോകങ്ങൾ പഠിക്കുകയും അതിൻ്റെ ഓരോന്നിലും ഒളിഞ്ഞിരിക്കുന്ന വളരെ ചെറിയ ശ്ലോകങ്ങളിൽ പോലും ഒരുപാട് തത്വങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വളരെ വിദഗ്ധമായിട്ടാണ് വ്യാസഭഗവാൻ അത് രചിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അത് പറഞ്ഞു തരണമെങ്കിൽ അതിന് കഴിവുള്ള ഒരു ഗുരുവിലൂടെ തന്നെ നമുക്കത് ലഭിക്കുകയുള്ളൂ. നമ്മളൊക്കെ അതിന് ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് പ്രഭുപാദർജിയുടെ അതിവിശാലമായ ഈ വിവർത്തനത്തോടു കൂടിയ ഈ ഗ്രന്ഥം വായിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നത്. ആ അനുഗ്രഹം നമ്മളിൽ പലരുടെയും വീട്ടിലുള്ളവർക്ക് പോലും, പുസ്തകം വീട്ടിലുണ്ടെങ്കിലും തുറന്നു നോക്കാത്തവർ ധാരാളമുണ്ട്, നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. അത് എത്ര കണ്ട് വ്യക്തിപരമായിട്ടാണ് ആ അനുഗ്രഹം ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതനുസരിച്ച് ഓരോ ശ്ലോകങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നതിലെ ആ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ പോലും ഇവിടെ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്കത് പലതും മനസ്സിലാവും. ചില കാര്യങ്ങൾ ഭാവാർത്ഥത്തിലും ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും. ഇത് വളരെ ദൈർഘ്യമായ ഒരു പരിപാടിയായിരുന്നല്ലോ ഇതിന്റെ വിവരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളത് മറ്റാചാര്യന്മാർ പറഞ്ഞിടത്തു നിന്ന് കോട്ട് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കാനിടയാവുന്നത്. നമ്മുടെ ഭാഗവത പ്രവാഹം പരിപാടിയിൽ സർവ്വപാലക പ്രഭുജി അത് അത്തരത്തിൽ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റാചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അറിയത്തില്ല എങ്കിൽ അറിയത്തില്ല എന്ന് തുറന്നു പറയുക, മിസ്ഗൈഡ് ചെയ്യുന്നില്ല. ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് നമ്മൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു സംശയം നമ്മൾ ചോദിച്ചാൽ പരമ്പരയിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളിൽ പെടുന്നതല്ല എങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒഴിവാകും. അവിടെ മിസ്ഗൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെ ശ്രേഷ്ഠരായ വ്യക്തികളിൽ നിന്ന് കഥകൾ ശ്രവിക്കാനും ഭാഗവതം ശ്രവിക്കാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തുടർന്ന് ഉണ്ടാവട്ടെ. കൂടുതൽ ആളുകൾ നമ്മുടെ ഈ പ്രഭാത സത്സംഗത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ ഗുരുജനങ്ങളുടെയും കൃപയ്ക്ക് പാത്രഭൂപത്തിലാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ പാരായണം സമർപ്പിക്കുന്നു. ദൈവം സത്സത്.